നമസ്കാരം. സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അട്ടിമറിക്കാൻ ഒരു സർക്കാർ ശ്രമിച്ച കാലമായിരുന്നു അത്. അതായത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സർക്കാർ ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ വളരെയധികം വിഷമത്തിലാഴ്ത്തിക്കൊണ്ട് ആക്ടിവിസ്റ്റുകളെയും അതുപോലെ തന്നെ അവിശ്വാസികളെയും ആ അമ്പലനടയിലേക്ക് ഒളിച്ചു കടത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ ഒരു വലിയ പ്രതിരോധ കോട്ട തീർത്ത് പ്രതിരോധിച്ചത് ഈ നാട്ടിലെ സ്ത്രീകളായിരുന്നു പ്രധാനമായി. അതായത് നാമജപ പ്രതിഷേധം എന്ന നിലയിൽ കേരളമെമ്പാടും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് അയ്യപ്പൻ്റെ നാടായ പന്തളത്ത് നിന്നാണ്. ആ ഒക്ടോബർ 2-ാം തീയതി തുടങ്ങിവെച്ച ആ വലിയ പ്രതിഷേധം പിന്നീട് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയായിരുന്നു. സർക്കാരിന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ആ സമരങ്ങൾ കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഒക്ടോബർ 2-ഉം ആചാര സംരക്ഷണ ദിനമായി ശബരിമല ആചാര സംരക്ഷണ സമിതി ആഘോഷിച്ചു വരുന്നുണ്ട്, ആചരിച്ചു വരുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ സംസ്ഥാനം ഒട്ടുക്കും നടക്കുകയാണ്. കാരണം ആചാര സംരക്ഷണത്തിനായി ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ആചാര സംരക്ഷണ ദിനത്തിൽ നമ്മോടൊപ്പം അന്ന് ആചാര സംരക്ഷണ പോരാട്ടങ്ങളുടെ മുൻനിരക്കാരിൽ ഒരാളായിരുന്ന ശ്രീമതി പത്മപിള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി പത്മപിള്ള, എന്താണ് അടുത്ത ഒരു ആചാര സംരക്ഷണ ദിനം കൂടി വരികയാണ്. ഈ അവസരത്തിൽ അന്നത്തെ ആ സമരങ്ങളെയും അന്നത്തെ ചുറ്റുപാടുകളെയും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ നെഞ്ചുരുകി അയ്യപ്പന്റെ നാമം വിളിച്ച് വളരെ വിഷമിച്ച ഒരു നാളിന്റെ വാർഷികമാണ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലം. അന്ന് നമ്മളുടെ ഭാവി ഇരുളടഞ്ഞ രീതിയിൽ നമ്മൾ അന്യമതസ്ഥരുടെ കീഴിൽ കഴിഞ്ഞ ഒരു കാലത്തെ പറ്റി നമ്മുടെ പൂർവികർ പറഞ്ഞതോർത്ത് ഇങ്ങനെ തന്നെയാണോ നമ്മുടെ ഭാവി എന്ന് ശങ്കിച്ച് കുറെ ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാലമാണ്. പക്ഷെ അന്നും ഇന്നും നമ്മളുടെ ഈശ്വരന്മാർ നമ്മൾക്ക് പകർന്നിരുന്ന ഒരു ഊർജത്തിന്മേൽ തളർന്നിരുന്നു പോകാതെ പോരാടണം, പറ്റുന്നിടത്തോളം ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു വാഞ്ച നമ്മളിലുള്ള, നമ്മുടെ കേരളത്തിലും പുറത്തും ഉള്ള എല്ലാ ഹൈന്ദവ ഭക്തർക്കും ഉണ്ടായത് നമ്മൾക്ക് ഭഗവാൻ നേരിട്ട് കാണിച്ചു തന്ന ഒരു കാലഘട്ടത്തിന്റെ ആദ്യ ദിവസമായിരുന്നു എന്ന്. ശരിക്കും വളരെ ദുഃഖകരമായ ഓർമ്മകൾക്കൊപ്പം വളരെ നല്ല, അതായത് ആശാവഹമായ ഹിന്ദു സമാജത്തിൽ തന്നെ വലിയൊരു പരിണാമം സംഭവിച്ച ഒരു ദിനവും കൂടെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓർക്കുമ്പോൾ അതിൽ നെഗറ്റീവുകളിൽ കാളേറെ, അതിലെ സങ്കടങ്ങളെക്കാളേറെ അതിനുശേഷം ഉണ്ടായ ഒരു സമാജ പരിവർത്തനം ഓർത്ത് വളരെയേറെ സന്തോഷമാണ്. ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാവരും പ്രതികരിക്കുന്നു. ശരിയാണ്, നമ്മൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അത് പൂർത്തീകരണത്തിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യം സെക്കുലർ ആണ് എന്നൊരു വാദത്തിൽ നമ്മൾ വീണുപോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുന്നതിൽ നിന്ന്, ക്ഷേത്രങ്ങളിലെ ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുന്നതിൽ നിന്ന്, ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ തിരുപ്പതിയിലെ ലഡ്ഡു വിവാദമാകട്ടെ, അല്ലെങ്കിൽ ഓരോ കാവടി യാത്രയിൽ പോകുന്നവർക്ക് പേരുമാറി വേറെ ഭക്ഷണം കൊടുക്കുന്നതാവട്ടെ, ഇന്ത്യയുടെ ഓരോ മൂലയിലും പോലും ഈ ശബരിമല എന്ന വിഷയത്തിന്റെ പ്രകമ്പനങ്ങൾ ഓരോ മൂലയിലും ഇന്ന് കാണാൻ സാധിക്കുന്നു എന്നതും, ഹിന്ദു പ്രതികരിച്ചാൽ, ഹിന്ദു എണീറ്റ് നിന്ന് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്കുമുണ്ട് ആരാധനാവകാശം എന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ ശ്രദ്ധ വരികയും അതിനനുസരിച്ച് മാറാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്ന ഒരു ഭരണകൂടങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പൂർണ്ണമായി പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നിരുന്നാൽ പോലും അതിന് ശ്രദ്ധ തരേണ്ടി വരും എന്നുള്ളൊരു ആത്മവിശ്വാസവും കൂടെ നമുക്ക് തന്ന ഒരു കാലഘട്ടത്തിന്റെ തുടക്ക ദിനമാണിത്. തീർത്തും ഹതാശരായതിൽ നിന്ന് ഒരുപാടേറെ പ്രതീക്ഷകളും അതിനേറെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾക്ക് ചെയ്യാനുണ്ടെന്നും, ഓരോ ക്ഷേത്രങ്ങളിലെ ഓരോ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴും ഇത് വലിയതിലേക്ക് പോകുമോ, ഇതിനുവേണ്ടി നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണം എന്ന് ആലോചിക്കുന്നതിലേക്കും എല്ലാം നമ്മളെ പ്രേരിപ്പിച്ച ഒരു ദിനം. ഭഗവാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ തരുമ്പോഴും അത് നന്മയുടെ മാർഗത്തിലേക്ക് നമ്മളെ തെളിക്കാനാണ് എന്ന് പൂർവികർ പറഞ്ഞിരുന്നുവല്ലോ. അതിന് ശരിക്കും തെളിവായിട്ടുള്ളൊരു ദിനമാണ്. ഇനി അങ്ങോട്ടും നമ്മൾ ഓരോരുത്തരും അങ്ങനെ പൂർണ്ണ വിസ്മൃതിയിലാണ്ട് ഒരു സെക്യുലറിസം എന്ന ഒരു പുതപ്പിനുള്ളിൽ പുതച്ചുമൂടി കിടക്കാതെ ജാഗരൂകരായിരിക്കുന്നതിന്റെ ആവശ്യവും വെളിപ്പെടുത്തിയ ദിനമാണ്. എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും വീണ്ടും വീണ്ടും ആ കാലഘട്ടം ഓർക്കണമെന്നും, എന്നാൽ നമ്മളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടം നമ്മളിൽ പകർന്നൊരു ഊർജം നിലനിർത്തണമെന്നുമാണ് എന്റെ ആഗ്രഹം.
ശ്രീമതി പത്മ പിള്ള ആണ് നമ്മോട് സംസാരിച്ചത്. അതായത് ആചാര സംരക്ഷണത്തിനായി അന്ന് സ്ത്രീകളും കുട്ടികളും അമ്മമാരും അടക്കമുള്ളവർ രംഗത്തിറങ്ങുന്നു. സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരു സമരം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു സമരത്തിൻ്റെ ഓർമ്മകളാണ് ശ്രീമതി പത്മ പിള്ള ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.